Hello, welcome back to my channel and I'm your Sabakoras. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓപ്സ് കൺസെപ്റ്റിലെ പോളിമോർഫിയസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓവർ റൈഡിങ് നോക്കി, പിന്നെ ഇൻഹെറിറ്റൻസ് നോക്കി, സൂപ്പർ കീവേഡ് നോക്കി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇന്നും ഒരു ചെറിയൊരു ടോപ്പിക് ആയിട്ടാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പാരന്റ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറും അതേപോലെ ഓവർ റൈഡ് ചെയ്ത് നോക്കുന്ന ഫങ്ഷൻസിനെയും അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിളിനെയൊക്കെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് ദിസ് കീവേഡ്. ഞാനൊരു ദിസ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിത്തിൻ ദ ക്ലാസ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ദിസ് കീവേഡ് യൂസ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ക്ലാസ് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിനുള്ളിൽ ഒരു കൺസ്ട്രക്ടറും കൊടുക്കുന്നുണ്ട്. കൺസ്ട്രക്ടറിൽ ഞാനിപ്പോൾ സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് നെയിം അതേപോലെ ഇൻഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ആർഗ്യുമെന്റും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന് പുറത്ത് ഞാനൊരു ഫംഗ്ഷൻ എഴുതാണ്. ഇപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എഴുതാണ്. ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എനിക്കിപ്പോൾ എന്താ മൈ നെയിം ഈസ് ഡോളർ നെയിം ആൻഡ് മൈ ഏജ് ഈസ് ഡോളർ ഏജ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? എന്താ അവിടെ എറർ വരുന്നത് നോക്കി. അൺഡിഫൈൻഡ് നെയിം, ഇവിടെയുള്ള നെയിമിനെ നമുക്ക് ഇവിടെ വേറൊരു ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ക്ലാസ്സിൽ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്, എന്നിട്ടും നമുക്കതിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പം നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ സ്ട്രിങ് നള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നെയിംസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതും അതെ ഏജസ് എന്ന് കൊടുക്കണം, ഒരു എസ് ഇട്ട് കൊടുക്കണം. രണ്ടും വേറെ വേറെ വേരിയബിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഞാനിപ്പോൾ നെയിംസ് എന്നും ഇവിടെ ഏജസ് എന്ന് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, നെയിംസ് ഈക്വൽ ടു നെയിം എന്ന് കൊടുത്തു, അതേപോലെ ഏജസ് ഈക്വൽ ടു ഏജ് എന്ന് കൊടുത്തു. ഏജ് എന്ന് കൊടുത്തു. ഇപ്പം എന്താ, ഇപ്പം ഇവിടെ നമുക്ക് എറർ ഒന്നുമില്ല, ഇതിന് നേരിട്ട് ഇവിടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ലേ. ഞാനിത് എന്ത് ചെയ്യാം, നമുക്ക് മെയിൻ ഫംഗ്ഷനും കൂടി എഴുതിയിട്ട് ഇതൊന്ന് പ്രിന്റ് ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ടെസ്റ്റ് ഒബിജെ ഈക്വൽ ടു ടെസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, സൈബർ കോഡസ് ഏജ് ഇപ്പോൾ ഞാനിവിടെ 99 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഒബിജെ ഡോട്ട് ഡിസ്പ്ലേ എന്നുള്ള ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം അല്ലേ. ഞാനിത് റൺ ചെയ്യാം. ഇതാണ് നോർമൽ വേയിൽ നടക്കുന്നത്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, മൈ നെയിം ഇസ് സബഗോറസ് ആൻഡ് മൈ ഏജ് ഇസ് 99 ഇല്ലേ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. പക്ഷേ ഇത് നോർമൽ വേ ആണല്ലോ. ഇപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ക്ലാസ്സിലല്ല, ഈ ഒരു ഇൻസ്റ്റൻസ് വേരിയബിളിന് നെയിം തന്നെയും ഏജ് തന്നെയും കൊടുക്കുന്നു. ഇവിടെ അതെന്ത് ചെയ്യുന്നു, നെയിമും ഏജും ആക്കണം. ഇതിലും അതെന്ത് ചെയ്യുന്നു, നെയിം ആൻഡ് ഏജ് തന്നെയാക്കണം. എന്ന് വെച്ചാൽ ഇൻസ്റ്റൻസ് വേരിയബിളും അതേപോലെ നമ്മളിവിടെ പാസ് ചെയ്യുന്ന പാരാമീറ്ററും രണ്ടും ഒരേ പേരിൽ തന്നെ കൊടുക്കും. നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്തപ്പോഴാണ് പാരന്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഇൻസ്റ്റൻസ് വേരിയബിൾ സെയിം ആവുമ്പോഴാണ് നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻസ്റ്റൻസ് വേരിയബിളും അതേപോലെ തന്നെ ഇവിടെയുള്ള പാരാമീറ്ററും സെയിം വേരിയബിൾ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ദിസ് എന്ന് പറഞ്ഞ കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ. ഇൻസ്റ്റൻസ് വേരിയബിളും പാരാമീറ്ററും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാം നമുക്ക്. ഇപ്പം ഈ ഒരു കേസിൽ വരുമ്പോൾ എന്താണ്, ഇവിടെ ഇത് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് റൺ ചെയ്തപ്പോൾ എന്താ വന്നേ, മൈ നെയിം ഈസ് നൾ ആൻഡ് മൈ ഏജ് ഈസ് നൾ. എന്ന് വെച്ചാൽ ഇതിന് മനസ്സിലാവുന്നില്ല ഏത് വേരിയബിൾ ആണ് എടുക്കേണ്ടത്, ഈ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണോ അതോ പാരാമീറ്റർ ആണോ എടുക്കേണ്ടത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ദിസ് എന്നുള്ള കീവേഡ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അവിടെ എവിടെ കൊടുക്കും, ഇത് ഇവിടെ കൊടുക്കും. ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലേ ഇത്. അപ്പോൾ ദിസ് ഡോട്ട് നെയിം അതേപോലെ തന്നെ ദിസ് ഡോട്ട് ഏജ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കളർ വ്യത്യാസം കണ്ടോ. ഈ ഒരു ഏജ് ഇതേ കണ്ടോ, ഒരു എന്താ പറയുക, വയലറ്റോ പെർപ്പിളോ ആ ഒരു കളറായിട്ട് മാറി കണ്ടോ. ഒക്കെ സെയിം കളറായിട്ട് മാറി. ഇത് മാത്രം എന്ത്, ഇത് പാരാമീറ്റർ ആണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഏതാണെന്നുള്ളത്. ക്ലിയർ അല്ലേ. ഇനി ഞാൻ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ മൈ നെയിം ഈസ് സൈബഗോറസ് ആൻഡ് മൈ ഏജ് ഈസ് 99.
ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ്, ഇതിനാണ് നമ്മൾ എന്ത് ദിസ് കീവേഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഇതല്ലാതെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തുല്ലോ, ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു രീതിയിലും കൂടി നമ്മൾ ദിസ് കീവേഡ് യൂസ് ചെയ്യും. കൺസ്ട്രക്ടർ ആയിട്ട് ഇവിടെ ദിസ് ഡോട്ട് നെയിം കോമ ദിസ് ഡോട്ട് ഏജ് എന്നും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ നേരിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെയായിരിക്കും നിങ്ങൾ കൂടുതലും ഇനി വരാൻ പോകുന്ന എല്ലാ പ്രോഗ്രാംസിലും അല്ലെങ്കിൽ ഫ്ലട്ടർ ഒക്കെ വരുന്ന ടൈമിലൊക്കെ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കൂടുതലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു മെത്തേഡ് ആവില്ല. ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ. അപ്പൊ അത് ആ ടൈമിൽ നോക്കിയാൽ മതി. ഇതിപ്പോ ജസ്റ്റ് ഞാൻ കമന്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ദിസ് കീവേഡ് എന്തിനാണ്? ഇൻസ്റ്റൻസ് വേരിയബിളും പാരാമീറ്റേഴ്സും സെയിം ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് കീവേഡ് യൂസ് ചെയ്തിട്ട് അതിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റൻസ് വേരിയബിളിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കും. കാരണം എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ മനസ്സിലാവണം എന്നുണ്ടാവില്ല. ഞാനിപ്പോൾ മുന്നൊക്കെ എല്ലാം കൂടി ഒരുമിച്ചായിട്ടാണ് മുന്നത്തെ വീഡിയോസിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഇത് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. എല്ലാം കൂടി പറയുന്ന ടൈമിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ ഓരോരോ ഇതിൽ പറയുന്നത്. ഇനി തൊട്ട് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള സെയിം ടോപ്പിക്സ് ഒരൊറ്റ വീഡിയോയിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസിൽ പറയാനാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. ഹാവ് എ നൈസ് ഡേ. ബൈ.